ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഗസ്റ്റിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കൈകൂടെ പോവുകയാണ് കേട്ടോ. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കേട്ടോ, ഒരു പെത്ത് അവിടെ എറണാകുളത്ത് നിന്നാട്ടോ അവർ വരുന്നത്. അപ്പോൾ നമ്മളൊരു റിലേറ്റീവ്സാണ്. ഏകദേശം നഴ്സറിയൊക്കെ വന്നിട്ട് ഒരു 17 കൊല്ലത്തോളമായിട്ട് അവിടെ നാട്ടിലൂടെ വന്നിട്ട്. പിന്നെ അപ്പോൾ വന്നിട്ട് പിന്നെ ഞാൻ നഴ്സറിയിട്ട് മീറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 6-7 കൊല്ലത്തോളമായിട്ട് ഞങ്ങൾ കൊച്ചി പോയിട്ടൊന്ന് കണ്ടത്, പിന്നെ പോയിട്ടുമില്ല. അപ്പോൾ അത് നമ്മൾ നാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനും കാര്യം കൂടെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കളിക്കല്ലേ. അപ്പോൾ അത് ഇതിൻ്റെ അനിയനാണ് കേട്ടോ. ഞാനവനെ ഫോൺ വിളിച്ചിരുത്തി പിടിച്ച് നിർത്തിയാണ്, അവൻ അറിയില്ല. ഞാൻ വ്ളോഗ് എടുക്കുന്നത് അവനും കണ്ടിട്ടില്ല. കൊച്ചിക്കാരുണ്ട്. അതിനുള്ള സ്നേഹം കൊണ്ടല്ലടാ. അപ്പോൾ നമ്മൾ താഴെപ്പാലം കഴിഞ്ഞ് നമ്മുടെ റെയിൽവേ റൂട്ടിന് ഇതേ കയറുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ റോഡ് ഭയങ്കര സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ റെയിൽവേ റൂട്ടിനായിട്ട് തിരിഞ്ഞ് അവർ പിന്നെ ട്രെയിൻ ഇറങ്ങിയാലും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി, ഒരു 5 മിനിറ്റ് ലേറ്റായി. അപ്പോൾ ഇതിന് അവരുടെ ഇറങ്ങി. എന്താ ചെയ്യുക, സാറില്ല അല്ലേ. അപ്പോഴേ നമ്മളിനി കട്ട വെയിറ്റിങ്ങിലാണ് അവരൊക്കെ. ഇതാണ് കേട്ടോ നമ്മുടെ തിരൂർ സ്റ്റേഡിയമാണിത്. പിന്നെ ഇവിടെയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അറിയാം, നല്ല സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എന്താ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, ലൗസ് ബോട്ടിംഗ് അല്ല ബോട്ടിംഗ് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. പാർക്ക് ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ചെയ്തോ. അപ്പോൾ ഇതേ നമ്മൾ റെയിൽവേൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ, വണ്ടിയൊക്കെ പാർക്കിങ്. അതേ റെയിൽവേ സ്റ്റേഷൻ എത്തി തുടങ്ങി ഗൈസ്. അപ്പോൾ അതേ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റെയിൽവേ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അല്ലല്ലോ. പുതിയ നമ്മൾ ഇവിടെ ഈ കാറിൻ്റെ അപ്പുറത്തെ സൈഡ് കിട്ടൂലേ, ബൈക്കിൻ്റെ അപ്പുറത്തേക്ക് എന്തായാലും നമുക്ക് കയറും. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ശ്രദ്ധിച്ചില്ലേ നമ്മളെ സ്ഥലത്ത്. മനസ്സിലായില്ലേ പിന്നെ പരുത്തിപ്പാലം നേരെ ഒരു 2 കിലോമീറ്റർ കൂടി പോയാല് എവിടാ എങ്ങടത്തുന്നു 2 കിലോമീറ്റർ പോയാൽ വീടിന്റെ വാതിൽക്ക് എത്തിയിടണം. കേറി ചോറിൻ്റെ പണി തുടങ്ങിയിട്ട് നമ്മൾ ചോറ് മന്തിയായിട്ട് വെക്കുന്നതെന്ന്. പിന്നെ അതേപോലെ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്സിക്കം കട്ട് ചെയ്യുന്നാൾ നമ്മുടെ ജസുമോനാണ് ഗൈസ്. ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. പാവം, നല്ല നമ്മളെ സുന്ദര കുട്ടനാണ്. കണ്ടതിൽ വൃത്തിയിൽ കട്ട് ചെയ്ത് തരുന്നുണ്ട്. നോക്കിയാ ജസുവാ. അപ്പോൾ അതാ കുട്ടിയാകെ കൂടെ കണ്ട് ക്ഷീണിച്ചു ഗൈസ്. അവൻ്റെ അമ്മച്ചി കണ്ടുകഴിഞ്ഞ് എന്തായാലും ചെയ്തേക്കും. ഉമ്മാനെ സഹായിക്കുന്നുണ്ടോ ഈ വീട്ടിൽ? ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ റെഡി ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഇന്ന് ചിക്കൻ മന്തിയാണ്. ഓക്കെ, അങ്ങനെ ഉറക്കി കൊടുക്കാനായിട്ട് നമ്മളെ വന്നൂരൊക്കെ അതാ
പിന്നെ അവർ കിടക്കുകയാണ് കേട്ടോ യാത്രാക്ഷീണത്തിൽ കിടക്കാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മന്തി റെഡിയാക്കി സെറ്റാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ മന്തിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ വെന്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലേറ്റായിട്ട് ഫുഡ് വന്നതിന് ശേഷമല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, അതുകൊണ്ട് തന്നെ പിന്നെ ലേറ്റായിട്ടാണ് ഇപ്പോൾ ഉച്ചഭക്ഷണം നമ്മൾ കഴിക്കുന്നത്. കാരണം 10:30 മണി കഴിഞ്ഞ് ഒരു ചാടിക്കുമ്പോൾ അതിനനുസരിച്ച് ഫുഡ് റെഡി ആവുകയുള്ളൂ. നമ്മൾ വന്നിട്ട് അല്ലേ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ അത് ലേറ്റ് ആയിക്കണം. ഇത് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇത് സ്മോക്കൊക്കെ ചെയ്യുന്നുണ്ടല്ല ചെയ്തിട്ടുണ്ട്. കഴിച്ചാലറിയാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഓക്കെ, എന്നാ ചോറിനാ വരി വരോ ചോറ് വരി വരി. ആ അപ്പൊ എടാ ഞാൻ വീഡിയോ എടുക്കാണ്, ചിമ്മാന്ന് വിളിക്കല്ലേ, എപ്പാന്ന് വിളിക്കും. അപ്പോൾ അതാ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞങ്ങളെല്ലാവരും വീണ്ടും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം ദൈവം ഞാനിതേ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ നിൽക്കാനുണ്ട്. അപ്പോൾ അവിടെ നിന്നും എൻ്റെ വീടൊന്നും ഒരാളും കണ്ടിട്ടില്ല. ഞാൻ വളർന്ന എൻ്റെ സ്ഥലം ഒരാരും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് കൊണ്ടേ അവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഉമ്മയും അതുപോലെ ഉപ്പാൻ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് കരുതി ഞങ്ങളെല്ലാവരും മാറ്റിയൊരുങ്ങി റോട്ടിൽ പോയി വണ്ടിക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളിതേ വണ്ടീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈമിലാട്ടോ പ്രതീക്ഷിക്കാണ്ട് നമ്മുടെ വേറെ അനിയന് വന്നു കേട്ടോ. അത് ഞങ്ങളെ ഉത്തമാൻ്റെ മോനാണ് കേട്ടോ അവന്. അപ്പോൾ അവൻ നമ്മുടെ അടുത്ത് വന്ന് ഞങ്ങളെല്ലാവരും എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടത് ഇയാളാണ് ആൾ. അപ്പോൾ ഇവ ഞങ്ങൾ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കയും മക്കളും കൂടെ സ്കൂട്ടിയിൽ പോയിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവരെ കൂടെ കാറിൽ കയറി. അപ്പോൾ ഇതാ ഞാൻ ഞങ്ങളുടെ നാട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെയാണ്. അങ്ങനെ ഇത് ഞാൻ കുറേ സിറാജിനെ വിളിച്ച് വീട്ടിൽ പക്ഷേ വന്നില്ല. പിന്നെ വരാം, ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവരോട് ഇറക്കി അവൻ തിരിച്ച് പോയിട്ടാ. അങ്ങനെ പിന്നെ ദേ ഞങ്ങൾ വെള്ളേ നടന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കാറ് പോയില്ല, ബൈക്ക് മാത്രമേ പോവുള്ളൂ. ഇല്ല ഐസ് വെച്ചു. അപ്പോൾ ഞങ്ങളെല്ലാം ഞാൻ അവരെയും കൂട്ടി നല്ല വീട്ടിലൊക്കെ നടന്നു. ഇതാ വെള്ളത്തിന് അയാൻ കണ്ട് സലാം പറഞ്ഞേ പോയി. അപ്പൊ ഞങ്ങള് പോയിട്ടാ. നല്ലപോലെ ഇരിക്കുക. കടലപ്പുറത്തല്ല, കടല് കാണാൻ. കടലുപുറല്ല, ഇതാണ് കൂട്ടായിട്ടാ. കടപ്പുറത്തേക്കാണ് പോണേ. കടലുപുറം എന്ന് പറയില്ല, കടപ്പുറം. വീടോ? എന്ത് ഏത് വീടെന്ന്? വീട്ടിൽ
അനക്ക് പറ്റില്ല ഇറങ്ങി പോയിക്കൂടെ ഇജ്ജ് പോയിക്കോ എന്നെ ആരെ വിളിച്ചിന്നങ്ങണ്ട് ഇന്റെ ഇപ്പൊ ചെലപ്പോ വരുമ്പോ ബുക്കൊക്കെ വേണ്ടി അന്നെ കൊണ്ടുപോയാൽ ശരിയാവില്ല. അതാണ് കടപ്പുറം. കടപ്പുറത്തെത്തി നമ്മ വീടിന്റെ ഉള്ളിലിട്ട് നിന്നെ പൂട്ടിഞ്ഞു. ഇത് ടർഫാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ടർഫുണ്ട് കുണ്ടി അതേപോലെ അവസാനിച്ച് ചെയ്യും. എമ്മീടെ ഇറങ്ങി വേവാ. അവരിപ്പോ വരൂ, അവരോട് ഉണ്ട്. ഉമ്മക്ക് ഇപ്പൊ വരൂ, ഒരവിടെ എത്തിക്കൂട്ടെ, അടുത്താണ് ഇക്കട. കണ്ട് 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 എനിക്കതുകൊണ്ട് പറഞ്ഞു ദോസില്ലാതാ ഒരു ചായ അല്ല ഒരു ചാടിപ്പുറത്ത് പോയത് മോൻക്ക് കണ്ടുപോയത് ഐസിനായിട്ട് പോയതാ. നല്ല വേദല്ലല്ലോ കളിക്കണത്. തിരിച്ചു പോവാനേട്ടാ നമ്മൾ വണ്ടി കയറി. അപ്പൊ ഇതേ നമ്മൾ പോവാനേട്ടാ. എന്താ പറഞ്ഞോ ഇന്ത്യടാ വാവ് ഇറങ്ങണ വെയിറ്റ് ചെയ്തിക്കാണ് കേട്ടോ. ഇവിടുന്ന് കയറാന്ന് പറഞ്ഞേ. അപ്പൊ നല്ലപോലെ ഇരിക്കാണ്ടല്ലോ മോളെ. നമ്മൾ പെരയിലെത്തിയിട്ടാ. അവരൊക്കെ അതെ ഇവിടെ എളാപ്പാൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതേ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇനി പോയിച്ച് വേണം രാത്രിക്കുള്ള ഫുഡ് റെഡിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇന്നിപ്പോൾ നോക്കിയിട്ടില്ല കേട്ടോ. അവർ അവിടെ വണ്ടി വെയിറ്റ് ചെയ്തൊക്കെയാണ്. ഞങ്ങളുണ്ട് എത്തിയിട്ടുള്ളൂ. അപ്പോൾ അതാ രാത്രിക്കത്തെ നമ്മുടെ ഫുഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് കറിയാണ് ഉണ്ടാക്കുന്നത്. എന്ത് മീനാണ്? പുഴമീനാണ്. എന്ത് പേരെന്തൊക്കെയാണ് അമ്മ പുഴമീൻ്റെ? ഏട്ടുണ്ട് മാലാന്, പിന്നെ
ഏട്ടൻ കുട്ടികളൊക്കെ ഉണ്ട് എന്നൊക്കെ പല തല മീനുകളുണ്ട് ഇതിൽ. ഇത് പൊരിക്കാനും ഇത് കറി വെക്കാനായിട്ട് നമ്മൾ 2 സെക്ഷനൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചോറ് ഇതേ ഇവിടെ വെന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ സാദാ ചോറും മുളക് കറിയും മീൻ പൊരിച്ചതാണ്. ഇന്നേരൊക്കെ മൂത്താപ്പാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല, ഇക്കാക്കാണ് അവരെല്ലായിടത്തും കൊണ്ടുപോയത്. അപ്പോൾ നമ്മളവർ വരുമ്പോഴത്തേന് രാത്രിക്കത്തെ ഫുഡ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ എന്താ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ തന്നെ നമ്മൾ ഭക്ഷണം റെഡിയാക്കിക്കൊണ്ടിരിക്കണം. ബാക്കി പിന്നെ കാണാം. നമുക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ മറന്നുപോയി ഫുഡ് ഉണ്ടാക്കിയാലും അതുപോലെ നമ്മൾ നല്ലോണം ലേറ്റായി രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോസൊന്നും എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ഭക്ഷണം കഴിച്ച് നമ്മൾ ലേറ്റായി എല്ലാവരും. പിന്നെ കിടന്നപ്പോൾ ഇങ്ങനെ കിടന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ എല്ലാവരും കിടന്നപ്പോഴത്തേന് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അത് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നില്ല. ഓക്കെ, താങ്ക് യു.